ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബോഡി ആൻഡ് നിങ്ങളുടെ സ്പിരിറ്റിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഒരു 3 കാർഡ് സ്പ്രെഡ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ കാർഡ് എർത്തായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ്. പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു റിസ്ക് എടുക്കുന്ന ആളെയാണ് നമ്മളിവിടെ കാണുന്നത്. കൂടുതലും ഇപ്പോൾ നിങ്ങളൊരു ഫിനാൻസിൽ റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായാലും ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ബോഡി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. നമ്മൾക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ചിന്തകൾ മാത്രം പോരാ, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും കൂടെ ആക്ഷൻ എടുക്കുകയും കൂടെ വേണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ബോഡി നമ്മൾ ആക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായത് നമ്മൾ ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം എന്നാണ്. നമ്മളുടെ നല്ല ചിന്തയും നല്ല പ്രവൃത്തിയുമാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് തരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മൂന്നാമത്തെ കാർഡ് നമ്മൾ എടുത്തത് സ്പിരിറ്റാണ്. നമ്മളുടെ സ്പിരിറ്റ്, അതുപോലെ തന്നെ സ്പിരിച്വൽ കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ സ്പിരിറ്റ്, നമ്മൾ എന്താണ് നമ്മുടെ സ്പിരിറ്റ് മനസ്സിലാക്കേണ്ടത്? ജസ്റ്റിസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ സ്പിരിറ്റ് കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പിരിറ്റിൻ്റെ പ്രവർത്തികളൊക്കെ എങ്ങനെയായിരിക്കും? വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ സ്പിരിറ്റിന് വേണ്ടിയിട്ട് രണ്ടാമതൊന്നുകൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ജസ്റ്റിസ് ഇവിടെ വളരെ സ്ട്രിക്റ്റാണ്. നമ്മൾ ഈ വ്യക്തിനെ കണ്ടാലറിയാം, ഇയാൾ വളരെ സ്ട്രിക്റ്റാണ്. നമ്മൾ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലത് നമ്മളെ തേടി വരും. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെഗറ്റീവായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ടാരോ കാർഡ്സ് എന്താണ് പറയുന്നത്? നമ്മളുടെ ആക്ഷൻ എടുക്കാൻ ഇനി തുടങ്ങുമ്പോൾ നമ്മളുടെ സ്പിരിറ്റ് കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം. നമ്മുടെ മൈൻഡ് യൂണിവേഴ്സിനെ നല്ലപോലെ ട്രസ്റ്റ് ചെയ്യണം. ആക്ഷൻ എടുക്കണം, മടി കാണിക്കരുത്. പിന്നെ നമ്മുടെ സ്പിരിറ്റിനെ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യണം. നിങ്ങളുടെ സ്പിരിറ്റ് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് കർമാസൊക്കെ ഉണ്ടെങ്കിൽ ലൈഫിൽ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഗുഡ് കർമ്മയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കർമ്മയൊക്കെ ബാലൻസ് ചെയ്യണം.